ഓം ശാന്തി 4/4/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കെ പാരലൗകിക ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് എടുക്കണം. തൻ്റേതെല്ലാം തന്നെ എക്സ്ചേഞ്ച് ചെയ്യൂ. ഇത് വളരെ വലിയ വ്യാപാരമാണ്. ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് എടുക്കുക അർത്ഥം ഏറ്റവും ഉയർന്ന പദവി എടുക്കുക എന്നാണ്. ഈ ഏറ്റവും ഉയർന്ന പദവി നാം വീട്ടിലും കുടുംബത്തിലും ഇരിക്കെ തന്നെ എടുക്കണം. ഇങ്ങനെ വീട്ടിലിരിക്കെ എടുക്കുന്നതിന് തൻ്റേതെല്ലാം തന്നെ ബാബയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. ബാബ ഏറ്റവും വലിയ വ്യാപാരിയാണ്. ഈ വ്യാപാരി എല്ലായ്പ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കില്ല. ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്വന്തമായി എന്തുണ്ടോ അതെല്ലാം ബാബയുടേതാണ് എന്ന് മനസ്സിലാക്കണം. ബാബ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്നും മനസ്സിലാക്കണം. അപ്രകാരം സൂക്ഷിപ്പുകാരനായി, അതായത് ട്രസ്റ്റിയായി ശ്രീമതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നമ്മൾക്ക് പൂർണ്ണ സമ്പത്തെടുക്കാൻ സാധിക്കും. ഇത് വളരെ വലിയ ഒരു വ്യാപാരമാണ്. ചോദ്യം: ഡ്രാമയുടെ ജ്ഞാനം ഏത് കാര്യത്തിൽ നിങ്ങൾ കുട്ടികളെ വളരെ സഹായിക്കുന്നു? ഉത്തരം: എപ്പോൾ ഈ ശരീരത്തിൽ എന്തെങ്കിലും രോഗം വരുന്നുവോ അപ്പോൾ ഡ്രാമയുടെ ജ്ഞാനം വളരെ സഹായിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം, ഈ ഡ്രാമ ഇതുപോലെ ആവർത്തിക്കുന്നതാണ്. ഇതിൽ കരയുകയോ ബഹളം വയ്ക്കുന്നതിൻ്റെയോ ആവശ്യമില്ല. കർമ്മങ്ങളുടെ കണക്ക് തീരുക തന്നെ വേണം. 21 ജന്മങ്ങളുടെ സുഖത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ദുഃഖം ഒന്നും തന്നെയല്ല. ജ്ഞാനം പൂർണ്ണമായി ഇല്ല എങ്കിൽ കഷ്ടപ്പെടുന്നു. ഡ്രാമയുടെ ജ്ഞാനം നമ്മൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സഹായിക്കുന്നു. ഏത് പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കുട്ടികളെ ഈ ഡ്രാമയുടെ ജ്ഞാനം കൂടുതലും സഹായിക്കുന്നത്? ബാബ പറയുന്നു, ഈ ശരീരത്തിൽ എന്തെങ്കിലും രോഗം വരികയാണ് എങ്കിൽ ഈ ഡ്രാമ മംഗളകാരിയാണ്, എന്നാൽ കൃത്യവുമാണ് എന്ന് നാം ഓർക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ സാധിക്കുന്നു. ആ രോഗത്തെ മറികടക്കാനും സാധിക്കുന്നു. ഈ ജന്മത്തിൽ നാം എപ്രകാരമാണോ പെരുമാറുന്നത് അതുപോലെയായിരിക്കും അടുത്ത കൽപ്പത്തിലും ഉള്ളത്. നമ്മൾ എന്ത് ഈ നാടകത്തിൽ കാണുന്നുവോ അത് ഇതുപോലെ ആവർത്തിക്കുന്നതാണ്. അതിനാൽ കരയേണ്ടതോ അല്ലെങ്കിൽ വിഷമിക്കേണ്ടതോ ആയ കാര്യമില്ല. കർമ്മങ്ങളുടെ കണക്കിനെ നാം തീർക്കുക തന്നെ വേണം. നമ്മൾക്ക് ലഭിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഈ നഷ്ടപ്പെടുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഒരു രോഗം വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പല കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ ആ കാര്യങ്ങളുടെ പ്രഭാവത്തിൽ വരുന്നതിന് പകരം ഡ്രാമ ഓർമ്മിച്ച് എല്ലായിടത്തും ഫുൾ സ്റ്റോപ്പ് തന്നെ ഇടണം. എന്നാൽ ജ്ഞാനം കുറവാണ് എങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. അതിരാവിലെ എഴുന്നേറ്റ് ശരീരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. പഴയ ലോകവും പഴയ ശരീരവും ഒന്നും ഓർമ്മയിൽ വരരുത്. എല്ലാം മറന്നിരിക്കണം. 2. സംഗമയുഗത്തിൽ പാപാത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ പാടില്ല. കർമ്മങ്ങളുടെ കണക്കുകൾ സന്തോഷത്തോടെ തീർക്കണം. കരയുകയോ നിലവിളിക്കുകയോ ചെയ്യരുത്. എല്ലാം ബാബയിൽ ബലിയർപ്പിച്ച് ട്രസ്റ്റിയായി സംരക്ഷിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, അതിരാവിലെ എണീറ്റ് ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഡ്രിൽ അഭ്യസിക്കണം. അതിരാവിലെയുള്ള ഈ പരിശീലനം നമ്മൾക്ക് മുഴുവൻ ദിവസത്തിൽ മാത്രമല്ല, നമ്മുടെ പുരുഷാർത്ഥത്തിലും വലിയ ഒരു കുതിപ്പാണ് നമ്മൾക്ക് നൽകുന്നത്. അതിനാൽ ശരീരത്തിൽ നിന്ന് വേറിടുന്ന ഡ്രിൽ ചെയ്യണം. ആ ഡ്രിൽ ചെയ്യുമ്പോൾ പഴയ ലോകവും പഴയ ശരീരവും ഒന്നും തന്നെ ഓർമ്മ വരരുത്. എല്ലാം മറന്നിരിക്കണം.
രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, കർമ്മക്കണക്കിനെ സസന്തോഷം തീർക്കണം, അല്ലാതെ കരഞ്ഞ് നിലവിളിച്ച് അല്ല. കാരണം ഇത് വരിക തന്നെ ചെയ്യണം. മാത്രമല്ല, ഈ രോഗം നമ്മളുടെ കണക്കുകളെ തീർക്കുകയാണ്, നമ്മളുടെ കടങ്ങളെ തീർക്കുകയാണ്. ആ സന്തോഷത്തിലിരിക്കണം. അതിനാൽ കർമ്മക്കണക്കുകൾ വരുന്നതിനെ സന്തോഷത്തോടെ വേണം തീർക്കേണ്ടത്. എല്ലാം തന്നെ ബാബയ്ക്ക് അർപ്പിച്ച് നാം സൂക്ഷിപ്പുകാരനായി നിൽക്കണം. എല്ലാം ബാബയുടേതാണ്, എൻ്റേതായി ബാബ മാത്രമാണ്. ഈ സ്ഥിതിയിൽ ഇരിക്കുന്നതിലൂടെ നമ്മൾക്കെല്ലാം നന്നായി സംരക്ഷിക്കാനും സൂക്ഷിക്കാനും സാധിക്കും. എന്നാൽ ഉയർന്ന പദവിയെടുക്കാനും സാധിക്കും. വരദാനം: തിരിച്ചറിയാനുള്ള ശക്തിയിലൂടെ സ്വപരിവർത്തനം ചെയ്യുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഏതു പരിവർത്തനത്തിൻ്റെയും സഹജ ആധാരം തിരിച്ചറിയാനുള്ള ശക്തിയാണ്. എപ്പോൾ വരെ തിരിച്ചറിയാനുള്ള ശക്തി ഇല്ലയോ അപ്പോൾ വരെ അനുഭൂതി ഉണ്ടാകില്ല. എപ്പോൾ വരെ അനുഭൂതി ഇല്ലയോ അപ്പോൾ വരെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പ്രത്യേകതയുടെ ഫൗണ്ടേഷൻ ശക്തമല്ല. ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ലക്ഷണവും ഉണ്ടാകില്ല. തിരിച്ചറിയാനുള്ള ശക്തി ഓരോ കാര്യത്തിലും അനുഭവിയാക്കുന്നു. അങ്ങനെ തീവ്ര പുരുഷാർത്ഥിയായി തീരുന്നു. തിരിച്ചറിയാനുള്ള ശക്തി സദാകാലത്തേക്ക് സഹജ പരിവർത്തനം ചെയ്യുന്നു. തിരിച്ചറിയാനുള്ള ശക്തി അല്ലെങ്കിൽ അനുഭവിച്ചറിയാനുള്ള ശക്തി, ഇത് തന്നെയാണ് സ്വപരിവർത്തനത്തിൻ്റെ ആധാരം. ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പ്രത്യേകത അനുഭവിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ആ ഒരു ഉത്സാഹവും ഉന്മേഷവും ഉണ്ടായിരിക്കില്ല. ഈ തിരിച്ചറിയാനുള്ള ശക്തി അല്ലെങ്കിൽ അനുഭവിച്ചറിയാനുള്ള ശക്തി നമ്മളെ അനുഭവിയാക്കി മാറ്റുന്നു. അതിലൂടെ നാം തീവ്ര പുരുഷാർത്ഥി ആയിത്തീരുന്നു. എല്ലാ പരിവർത്തനവും സദാകാലത്തേക്കും ആകുന്നു. സ്ലോഗൻ: സ്നേഹത്തിൻ്റെ സ്വരൂപത്തെ സാകാരത്തിൽ ഇമർജ് ചെയ്ത് ബ്രഹ്മബാബയ്ക്ക് സമാനം ആകൂ. ബ്രഹ്മബാബയ്ക്ക് എല്ലാവരോടും വളരെ സ്നേഹമായിരുന്നു, സ്നേഹത്തിൻ്റെ സ്വരൂപമായിരുന്നു. ബാബ പറയുന്നു, അതുപോലെ നമ്മളും സ്നേഹസ്വരൂപരായി ബ്രഹ്മബാബയ്ക്ക് സമാനരാകണം. ഓം ശാന്തി.